പരിപാടി? മാങ്ങ അച്ചാറ്. മാങ്ങ നോക്കണേ അതിന്റെ ഇടയിൽ ഫ്രണ്ട് വന്നേ. മാങ്ങ എങ്ങനെയാ അറിയാം? എന്താ പറയാ, പഴയ നമ്മള് പണ്ടത്തെ വല്യമാരൊക്കെ ഞാനൊക്കെ കാലത്തെ കുടിയിലാവുമ്പോ തിന്നിട്ട് അങ്ങനെ ചേരാ ഉലുവി കടുകും വറുത്തിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. ഓയില് വെളിച്ചെണ്ണ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ചക്കക്കാല അതേമാതിരി ചക്ക മാങ്ങാണ്ടല്ലോ എത്ര കിട്ടിയാലും തിന്നു. അധികം വർത്താനത്തിന് കഥ മിന്നി മാങ്ങന്റെ അതേമാതിരി ഫ്രണ്ടിന്റെ വർത്താനം ഇങ്ങനെ പറയട്ടെ. ഇവര് ഇവിടെ നിന്ന് കർണാടകയിൽ പോയി കാണ്ടേ ഷിമോഗിയിലെ ഷിമോഗിയില് ഷാജിക്ക് റബ്ബറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. റെന്റിന് ഇങ്ങനെ എടുത്തുകാണ്ട് 1000 മരണ്ട്. എന്നിട്ട് ഇപ്പൊ എന്നിട്ട് എന്താ സംഭവം അറിയാം? ഷിമോഗിക്കൊക്കെ അപ്പൊ ഞങ്ങളൊക്കെ അങ്ങോട്ട് കയറി ഇറങ്ങേണ്ടി വരും, അങ്ങോട്ട് പോകേണ്ടി പോന്നേണ്ടി അല്ലേ? ഷിമോഗിയില് റിയ അവിടെ പഠിച്ചാ മതി സ്കൂള്. കർണാടകയിലാണ്. നാടന്നെയാണ്. എന്നാ പിന്നെ സുഖ അപ്പോകല്ലേ നമുക്ക് മാങ്ങ എന്താ പറയാ? മാങ്ങ ഇതൊക്കെ ഞങ്ങളെ മുന്നിൽ കണ്ടില്ല വാങ്ങാൻ വിളിച്ച് കണ്ടോ അയിമ കിളിച്ചുണ്ട മാങ്ങയാണ്. അയിമ ചെറിയ ഒക്കെ പുറത്ത് തിന്നാൻ നോക്കുകയാണ്. കിളിച്ചുണ്ട മാങ്ങ പിന്നെ കേടുന്ന് ഇങ്ങനെ പോകും. പിന്നെ ചക്ക ഇതാക്കണ അപ്പുറത്ത് മഞ്ഞൾ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മണ്ണും കുറുക്കി കഴുകി വൃത്തിയാക്കിട്ട് അതിന് പറ്റിയൊരു മൂടി വേണം കേട്ടോ. പറ്റിയൊരു മൂടി വേണം അതിന്. മൺകുടുക്കിയിലിട്ടേക്ക എന്നിട്ട് 2 ദിവസം വെച്ചതിന് ശേഷം ഇങ്ങനെ കൂട്ടിയ കഞ്ഞിക്കൊക്കെ അത് മതി. അതൊന്നും വേണ്ട. അതിന്റെ ചാറ് മതി, കഷ്ണം വേണ്ട. മാങ്ങാറുണ്ടെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കുറിച്ച് ചേലാനാണ്. മാങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നല്ല, അല്ലാതെ മാങ്ങ എവിടെ കണ്ടാലും ഇപ്പൊ മാങ്ങ സീസൺ അല്ലെങ്കിൽ എത്രയോ മാങ്ങ വരുന്നുണ്ട് അത് വാങ്ങും. എത്ര വിലയായാലും വേണ്ടില്ല അത് വാങ്ങിക്കാണതാ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ തിന്നു. അപ്പൊ ഇതിപ്പോ ഇടുന്ന രാജന്യാണ് എന്താ നോക്കാക്കിയുണ്ട്. പിന്നെ അച്ചാറിട നോൽമ്പിന് നല്ലൊരു മാങ്ങ അച്ചാറ്, രാജിന്റെ മാങ്ങ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇടണമെങ്കിൽ ഇതാട്ടോ. പിന്നെ എന്തൊക്കെയാ ഇത് കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കി. ഇന്ന് ഫ്രൈഡേ ദിവസമാണ്. എല്ലാരും വീട്ടിലുണ്ട്. അതായത് സ്കൂളും ഇല്ല, ഫ്രൈഡേ അല്ലേ. ഇത് പെണ്ണെന്തൊക്കെ താളം കാട്ടുന്നുണ്ട് മക്കളെ. നീളത്തിലാക്കിട്ടത് മറ്റേ സാധാ ചാറിന് വരിങ്ങനെ കുരുകുരയെന്ന് അറിയില്ല. ഇങ്ങനെ നീള കഷ്ണത്തിലാക്കിയാണ് അതിങ്ങനെ വെറുതെ കോരുത്തത്. പൈക്കളൊക്കെ നേക്കാൻ പോകുമ്പോ തൂക്കാത്തത്തില് ഇത് കൊണ്ട് പോകുന്നുണ്ട്. ഒരു കയ്യിലൊക്കെ ഇട്ടുകാണ്ട് എന്നിട്ട് മുക്കി ഇങ്ങനെ കുടിച്ച് കുത്തിരിക്കും പാടത്തിൽ. കിളമ്പോ സ്കൂൾ കൂട്ടി കഴിഞ്ഞാൽ ഫുള്ള് അവിടെ ഇല്ലേ തൂക്കത്തിലാക്കി കൊണ്ടുപോകും ഈ സാധനം. കേടൂല്ലല്ലോ, ഉലുവിയും കടുവല്ലേ. വറുത്ത് പൊടിച്ചേക്കിടുക. ഞാൻ പുറത്ത് ഇതോ ഇത് ഈ ഷാളിന്റെ കാര്യം പറയുന്നത് എന്താ വർക്കേനോർത്ത് പവനുണ്ട്. എന്റെ മൂപ്പൻകുട്ടിക്ക് ഇട്ടാഞ്ഞിട്ട് താത്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഈ ഷാള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തിനാ വലിയ തോന്നുന്നു? പണ്ടത്തെ കസാരല്ലേ, ചാരി കസാലല്ലേ, പണ്ടത്തെ ചാരി കസാറിന്റെ എന്താ അങ്ങനെ അതിന്റെ തുണിയുടെ വെച്ച് ഇതേമാതിരിയല്ലേ? അതേമാതിരി ഇങ്ങനത്തെ രസമാണ് സാധനത്. പണ്ടത്തെ ചാരി കസാലിന്റെ മറ്റുള്ളതാണ് ഞാൻ. ഇതൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴും ഉണ്ടല്ലേ ഇത്? ഓരോരോ ഡ്രസ്സൊക്കെ ഇതേമാതിരി ഓരോരോ ഷോറ്. ആര്? മസൂദ് വന്നിട്ട് വലിയ പെങ്ങളെ നിങ്ങളപ്പം പഠിച്ചത്? പഠിച്ചോന്നൂത്താവും. സുജിന്റെ ഒപ്പം പഠിച്ചോ? സുജിന്റെ ഒപ്പം ഞാൻ പറയും 5-6 കൊല്ലമായിപ്പോ ഇങ്ങനെ ഒരു എന്താ ഒഴിഞ്ഞിരുന്നാണ്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ. നോൽപ്പും കാലത്ത് അല്ലെങ്കിൽ നോൽപ്പും കാലത്തിന് ഞാൻ മക്കളെ ഞാൻ പറയാം
12 മണിയാവും. നൂറ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ തുടങ്ങും ഞാൻ പണി. നൂറ് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ഇപ്പൊ നമുക്ക് നിസ്കരിച്ചാൻ പറ്റാതെ ആയാലും നമ്മളെ പേരിൽ നോമ്പ് പറ്റിയാലും ഉണ്ടാവും. ഇപ്പൊ നോമ്പ് നമുക്ക് ഇല്ലാന്ന് വിചാരിച്ചാൽ അപ്പൊ കുട്ടികളുണ്ടാകുമ്പോ കുട്ടികൾക്കാണ് നോമ്പിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അത് ഞാൻ നൂറ് ബാങ്കിന്റെ മുന്നേ ഞാൻ പത്തിരിപ്പണി തുടങ്ങണം. പത്തിരിപ്പണിയാണ്. എന്നാലും ആ വൈകുന്നേരം ആകുമ്പോൾ എല്ലാ സാധനങ്ങളും റെഡിയായി കിട്ടണ്ടേ. പത്തിരി എല്ലാ സാധനവും ഒരുക്കി ഉണ്ടാക്കണ്ടേ ആകുള്ളൂ. ആ പച്ചക്ക് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, എന്റെ വലിയ കുട്ടി ഒക്കെ 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെയാണ്. ഇപ്പൊ സ്കൂളിൽ വരുമ്പോഴൊക്കെ അതിന്റെ മുന്നേ നമുക്കൊരു ആയി കിട്ടണം. അപ്പൊ ഒക്കെ ചെറിയ ഈറ്റങ്ങളല്ലേ. നമ്മളെ കച്ചവടം ആക്കിങ്ങാണ്ട് കിട്ടണം. പിന്നെ ലാസ്റ്റിന് പിന്നെ എന്താ കുറച്ച് ഇങ്ങനെ ആകുമ്പോ പെരട്ടിങ്ങാണ്ട് ചൂടാനാക്കുക. അങ്ങനെ ഉള്ളി തൊലിച്ചാൻ ഒരാളാക്കുക, ഉള്ളി പൊളിച്ചാൻ ഒരാളാക്കുക. അങ്ങനെ ഉണ്ടാക്കിങ്ങാണ്ടാണ് കൂട്ടാനും ഇതൊക്കെ ഉണ്ടാക്കുക. എനിക്ക് ഇപ്പൊ എന്താ പറയുന്നത് ഫ്രീ ആയിട്ട് ഈ ഒരു കൊല്ലം 2025 ഇങ്ങനെ കുത്തിർത്ത് തന്നെയാണ്. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ 5 മണിയായിട്ട് ഒരു 5:30 പണി തുടങ്ങിയാൽ മതി. 5:30 തുടങ്ങിയാൽ മതി. ഇനിയിപ്പോ ഒരു 10 ചൂടാണെങ്കിലും ഒരു 5:30 കമ്മി കിട്ടാൻ മതി. എന്താ നിങ്ങളൊന്നും പറയാത്തേ? അല്ലെ പറയണേ വീഡിയോയിൽ ഇങ്ങനെ പറയാം. അപ്പൊ നമ്മള് 2-3 മറ്റേത് പറഞ്ഞാല് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ നോമ്പിന്റെ പകുതി വരെ മിഞ്ഞാന്ന് വരെ നമ്മൾ ഓരോ സാധനങ്ങൾ നമ്മൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ പോയത്. അപ്പൊ ഇന്ന് തുറന്ന് ഇങ്ങനെ ഇരുന്നാണ്ട് കാറ്റും കൊണ്ട് ഇരിക്കണം. കാറ്റും കൊണ്ട് ഇരിക്കണം എന്ന് പറഞ്ഞാല് എന്താ വെള്ളിയാഴ്ച പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഇങ്ങനെ സാരി വെട്ടറോ നോക്കി കിട്ടും. മനസ്സൊക്കെ ഫ്രീ ആയിരിക്കും. ഇനിയിപ്പോ മാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഒരു 4 കലക്കി ചൂടിയേ അങ്ങനെ ആക്കി കാണായാലും മതി. ഇന്നത്തെ വീഡിയോ നിങ്ങള് നമുക്ക് കാണുക, ഇരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യം അതില് ഓരോ ചുണ്ടും കൂപ്പിച്ച് അതില് ഇതായി ഒരു വാങ്ങി മാങ്ങ തിന്നുകാണ് മക്കളെ തൂറ്റന്റെ കുടിച്ചു. പെരും ചൂടാണ്. ഈ മാങ്ങ എന്നിട്ട് ഇതിൽ എത്രയോ ഉപ്പിലിട്ടുങ്ങാണ്ട് ഇതൊക്കെ തൂറ്റല് കുടിച്ചു. തൂറിയിട്ട് നിൽക്കാൻ പറ്റൂല മാങ്ങ തൂറ്റല് കുടിച്ചിങ്ങാണ്ട്. മാങ്ങ നമ്മളൊന്നും തുടങ്ങിയൊന്നല്ല. മാങ്ങ എനിക്ക് വേറെ തൂറ്റല് കുടിച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് പിന്നെ കുട്ടിക്കാലത്ത് തിന്നൽ തുടങ്ങിയിട്ടില്ല. അതന്നെ അന്ന് ഇത്ര ചൂടുണ്ടേ. അതൊക്കെ പല്ല് പൊളിച്ചു. മാങ്ങ നോക്കാൻ അരിയ മാങ്ങ തിന്നുങ്ങാണ്ടേ തൂറ്റല് പിടിച്ചും പറയാനേ. നല്ലോലാക്കിക്കോളൂലേ? സത്യം പാട്ടൊക്കെ പാടുന്നുണ്ട്. ഒന്നും കൂടി ഉറക്കപ്പാടിങ്ങളാ പാട്ട് കേട്ടില്ല. വെള്ളം ഉണ്ടാക്കാൻ വേണം. അപ്പൊ ഞാൻ മഞ്ഞൾ വെള്ളം ഉണ്ടാക്കിങ്ങാണ്ട് വെച്ചതാണ്. ഇതൊന്നും വെക്കണം, എന്നാലോട് മഞ്ഞളിന്റെ കളറാവുള്ളൂ. ഇത്ര വെള്ളം വേണ്ട. അതിനെന്തിനെ പറ്റി എനിക്കറിയാം. ഇത് ഞാൻ ഇഷ്ടമല്ലേ. ഇത് അലക്കി വെക്കണം. അടിയിലേക്കാണ് ഞാൻ ഉലുവിന്റെ ഒന്ന് വറുക്കണം. ഉലുവിയും കടുകും വറുത്തുങ്ങാണ്ട് അരിക്കാണ് അവിടെ. ഇത്ര അവിടെ കൊഞ്ഞറിക്കണം മാങ്ങണ്ടേ കണ്ടേ. ആവശ്യത്തിന് ഉപ്പ്, നല്ലൊരു മൂടി കാണപ്പതിന് കടുകും ഉലുവിടട്ടെ. അത് പൊടിച്ചു കൊടുത്തിട്ട് കുറച്ച് മുളകും പൊടി പൊടിച്ചുകൊണ്ട് ഇട്ടാൽ മതി. മുളക് പൊടി ഉണ്ടോ? പിന്നെ എരിവാണ്ടേ കേട്ടോ. കുറച്ച് പച്ചമുളക്, അച്ചാറിന് എരിവ് വേണ്ടേ. സുർക്കല്ല, അച്ചാർ പൊടിയില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. കെമിക്കലില്ല സാധനങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. ഉള്ളി നാച്ചുറൽ അച്ചാറാണ്. അപ്പൊ കേടില്ല. ചൂടുകാലത്ത് ഉലുവയും കടുവല്ലേ, രണ്ടും കുഴപ്പമില്ലാത്ത സംഭവങ്ങളാണ്. വേറെ ഒന്നുമില്ല ഇതില്. 8-10 പച്ചമുളക് കീറിയ അപ്പൊ ചെറിയൊരു എരിവ് കിട്ടാനേ. ഇതിന് കല്ലുപ്പാടണ്, പൊടിപ്പല്ല. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നല്ല മൂടി വെച്ചിട്ട് അത് മൂടി വെക്കണം. മൺപാത്രത്തിൽ തന്നെ കുപ്പിയിലൊന്നും ആക്കൂല. പക്ഷെ വേറൊന്നുണ്ട്, മറ്റേ അച്ചാറിന്റെ പോലെ മാസക്കണക്കിന് കൊല്ലക്കണക്കിന് പാത്രം കാണും പറ്റില്ല കേട്ടോ. പക്ഷെ വെള്ളമല്ലേ, വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടേ കേട് വരാൻ സാധ്യത വളരെ കൂടുതലാണ്.
അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം. ഒറ്റ ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. അത് മതി. എന്താണ് അവിടെയൊന്നും വെക്കണ്ടാവൂ. ചൂടാക്കാൻ പറ്റില്ല. 2 ദിവസം 3 ദിവസത്തെ നിൽക്കന്നെ അത് ഇതിനൊരു സ്ഥലം കണ്ടെക്കണമല്ലോ. ഈ കുടുക്ക വെക്കാൻ ഒരു മൂടി അടപ്പൊക്കെ വേണം. അടപ്പ് പറ്റുമോ? അത് പറ്റുമല്ലോ. അതടിപൊളിയാ. അത് മതി പോരെ. മണ്ണിന്റെ മണ്ണിന്റെ ഇല്ല, മണ്ണിന്റെ ഒക്കെ പൊട്ടിയില്ലേ. അപ്പൊ അതാക്കണേ ഉലുവിയും കടുകും. എന്താ സംഭവം എന്നറിയോ, വീഡിയോ എടുത്തപ്പോ സത്യത്തിൽ പറയട്ടെ, വീഡിയോ ഓൺ ആക്കിയിട്ടില്ല, ക്യാമറ ഓൺ ആക്കിയതാണ് എടുത്തത്. അപ്പൊ ഉലുവി കടുക് എന്താ നടന്ന നമ്മള് നല്ലോണം വറുക്കണം. വറുക്കാതെ പച്ചക്ക് ഇടാൻ വേണ്ട. ഇത് ഇട്ട് കഴിഞ്ഞതിന്റെ ശേഷമാണ് അത് ആ വീഡിയോ ഓൺ ആക്കിയിട്ട്. എന്ത് ഇതിലേ 2 ദിവസം മൂടി ഇതിലിങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റുമോ അജി? അല്ലെ 2 ദിവസം എന്നൊക്കെ പറയുമ്പോ എന്താ ഇങ്ങനെ കയ്യിലിട്ട് ഇളക്കിയാലൊക്കെ 2 ദിവസത്തിന്റെ മുന്നേ തിന്നൽ തുടങ്ങോ? ഈ മാങ്ങി കുടുക്ക വെക്കാൻ സ്ഥലമല്ല മക്കളെ, ഞങ്ങളെ പേരില് കുടുക്ക വെക്കാൻ സ്ഥലമല്ല. അടുപ്പിന്റെ അവിടെ വെക്കാൻ പറ്റും, ചൂടാണ്. അപ്പൊ ഞങ്ങള് സ്ഥലം കണ്ടെടുക്കട്ടെ, എവിടെ വെക്കേണ്ടിയ സ്ഥലം കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. സുഖം കിട്ടില്ല. ഇതെന്താ പറയാ, ഇതിങ്ങനെ ഉണ്ടാക്കിയല്ലേ, അത് ഉണ്ടാക്കുമ്പോഴേ മാങ്ങാക്കുടുകളല്ലേ. അപ്പൊ ഇത് വെക്കാനുള്ള സ്ഥലമാണ് ഇപ്പൊ കണ്ടു നടക്കുന്നത്. അപ്പൊ ബായ്. അപ്പൊ കേട്ടോ, അവന് കൊക്കാവടി, പഴംപൊരി, സമൂസി ഇതും. ഇതിപ്പോ നമ്മളിങ്ങനെ നിരത്തി വെച്ചെടുക്കണമെന്നില്ല. അപ്പൊ ഞാൻ വീഡിയോ എൻഡാക്കിയതേ. അപ്പൊ ഇന്നത്തെ രീതിയിൽ നമ്മൾ കാണിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് ഞങ്ങൾ മാങ്ങ ഉപ്പിരുമ്പോഴതും മാങ്ങ ചെത്തുന്നതും അതൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ ഇതും കൂടി ഒന്ന് നോമ്പല്ലേ,